എൻ്റെ വഴി, എൻ്റെ ജീവിതം. നമുക്കറിയാം സംസ്ഥാനത്തെ പൊതുനിരത്തുകളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പൊതുനിരത്തുകൾ. പക്ഷെ പലപ്പോഴും ഇന്നിപ്പോ ഞാൻ എറണാകുളത്തൂടെ വരുമ്പോൾ നമ്മുടെ ഫുട്പാത്തുകളെല്ലാം തന്നെ ഭിന്നശേഷിക്കാർക്ക് കൂടെ, പ്രത്യേകിച്ച് ലോക്കോമോട്ടോ അല്ലെങ്കിൽ കാഴ്ച ഇല്ലാത്ത പരിമിതരായിട്ടുള്ളവർക്ക് കൂടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ നിരത്തുകളാണ്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ വഴിയോര കച്ചവടം. എന്നിട്ട് ഹൈക്കോടതിയുടെ താഴെയുള്ള സ്ഥലത്ത് പോലും, കേരള ഹൈക്കോടതി ഇരിക്കുന്ന താഴെയുള്ള സ്ഥലത്ത് തൊട്ടടുത്ത സ്ഥലത്ത് പോലും നിരത്തുകൾ മുഴുവൻ വഴിയോര കച്ചവടക്കാർ കൈയടക്കിയിരിക്കുന്നു. ഇതൊരു ഗുണകരമായ, അതായത് ഒരു സമൂഹത്തിന്റെ അവബോധം, വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന മലയാളിയുടെ ഒരു സാമൂഹ്യമായ മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റു പല കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് മറ്റൊന്നുണ്ട്, ഈ നമുക്കാകെ മറ്റു പല സംസ്ഥാനങ്ങളും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിദ്യാഭ്യാസം, അലൈഡ് വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ സ്പീച്ച്, ഓക്യുപ്പേഷൻ തെറാപ്പി, അതുപോലെ നിരവധി പുതിയ കോഴ്സുകൾ അപ്ലൈ ചെയ്ത് അത് നടപ്പാക്കി അവിടുന്ന് വിദ്യാർത്ഥികളെ ഇറക്കി 10-12 വർഷം കഴിഞ്ഞു. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരളത്തിൽ ഒക്യുപ്പേഷൻ തെറാപ്പിയുടെ ആദ്യത്തെ ബാച്ച് ഈ അടുത്ത ജൂണിലെ ഇറങ്ങത്തുള്ളൂ. ഈ മേഖലയിൽ വേണ്ട പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നതിൽ കേരളം വളരെ പിന്നോക്കമാണ്. നമ്മുടെ നിഷു പോലുള്ള സ്ഥാപനങ്ങളിൽ 25 സീറ്റാണ് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഉള്ളത്. ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ രക്ഷകർത്താവിന് സ്പീച്ച് തെറാപ്പി അതേപോലെ ഒക്യുപ്പേഷൻ തെറാപ്പി ഇതൊന്നും കൈവരിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു പറഞ്ഞാൽ വലിയ തുക കൊടുത്തിട്ടാണ്. ഇപ്പം നമുക്കറിയാം 800 രൂപ 900 രൂപയൊക്കെയാണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒരു സമയത്തെ ഫീസ് പ്രൈവറ്റ് മേഖലയെ മേടിക്കുന്നത്. സർക്കാരിന്റെ പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സർക്കാർ ഇതിൽ ഇടപെട്ട് ഇത്തരം ഈ ഒരു ഭിന്നശേഷി മേഖലയിൽ എല്ലാത്തിനും ഒരു ക്രമപ്പെടുത്തി ഒരു തുക നിശ്ചയിക്കുന്ന രീതിയിലേക്ക് സർക്കാർ മാറേണ്ടതുണ്ട്. എല്ലാം എങ്ങനെയും നടന്നോട്ടെ എന്നുള്ള നിലയിലേക്ക് പോയാൽ, നമുക്കറിയാം ഉയർന്ന ഫീസ് വാങ്ങുന്നവർ ഉയർന്ന ശമ്പളം കൊടുത്ത് പ്രൊഫഷണലുകൾ എടുക്കും. ഇപ്പൊ പഠിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭിന്നശേഷി കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടുമുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടെ നമ്മുടെ പ്രൊഫഷണലുകളിൽ ഉണ്ടാകേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഭിന്നശേഷിക്കാരുടെ സ്വാശ്രയത്വവും അതേപോലെ മറ്റു പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആദ്യം അവർക്ക് ഉചിതമായ വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ ഇത്തരം ആൾക്കാരുടെ സഹായം കൂടെ, ഒരു ഇന്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ട് കുട്ടിക്ക് 10-14 വയസ്സ് വരെ തെറാപ്പികൾ തുടർച്ചയായിട്ട് കൊടുക്കണം. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ആഴ്ചയിൽ ഒരു ഫിസിയോതെറാപ്പിയാണ് ഒരു ലോക്കോമോട്ടോ അതല്ലെങ്കിൽ CP ആയിട്ടുള്ള കുട്ടിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആഴ്ച തന്നെ ഒരെണ്ണേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ കുട്ടിക്ക് എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാകാനാണ്? അപ്പൊ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടല് ചില കാര്യങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. ഞങ്ങൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇപ്രാവശ്യം മുമ്പേ ടീച്ചർ പറഞ്ഞതുപോലെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കായികമേള നടത്തിയത്. ഇതിന് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ സന്നദ്ധ സംഘടനകളെ കൂടെ ഈ മേഖലകളിൽ പരിഗണിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് ക്ഷമയുടെ അഭിപ്രായം. കാരണം എല്ലാവരെയും ഉൾക്കൊണ്ട് നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പലപ്പോഴും നമ്മുടെ സംഘടനകളൊക്കെ ഓരോന്നിനും കാഴ്ചയില്ലാത്തവരുടെ സംഘടന, അങ്ങനെയുള്ള ഒരു സംഘടനകൾക്ക് പകരം സാധാരണക്കാരെ കൂടെ പെടുത്തിക്കൊണ്ട് എല്ലാവരും പ്രൊഫഷണൽസും സാധാരണക്കാരും ഒക്കെ ഇടപെട്ടിട്ടുള്ള സംഘടനകൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും ആ നിലയിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നിപ്പോ ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് സക്ഷമയുടെ അഭിപ്രായം.